വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ട്രാവലിംഗ് വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലേക്ക് മീൻമുട്ടി വാട്ടർഫോളിലേക്കാണ്. മീൻമുട്ടിയിലേക്കുള്ള വ്ളോഗ് എന്തായാലും പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും, അപ്പോൾ അതും കാണണം. സോ എൻ്റെ വീട്ടിൽ നിന്ന് പൊന്മുടിയിലേക്ക് 77 കിലോമീറ്റർ, അതായത് 2.5 മണിക്കൂറത്തെ ട്രാവലിംഗ് ആണുള്ളത്. പോകുന്ന വഴി നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലൊരു വ്യൂ, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴി ഫുൾ ഇതുപോലത്തെ വളവുകളാണ്. ഇത് വെറും സാമ്പിൾ മാത്രം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും 22 ഹെയർ പിൻ ആണുള്ളത്. സോ കണ്ടറിയാം മക്കളെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റുള്ള ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ്സ്, അതായത് GPയും കാർഡും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആരും കാശും കൊണ്ട് വരരുത്. സാധാരണ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ GP ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അങ്ങനെ ഇവിടെ ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ കൗണ്ടറിൽ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് പോവാം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഷെഡിന് അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുക. തൊട്ടടുത്തായിട്ട് വനശ്രീ ഇക്കോ ഷോപ്പ് ഉണ്ട്. ഇവിടെ വന്നിട്ട് അവരുടെ തന്നെ പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ചെക്ക് പോസ്റ്റിന് ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ടിക്കറ്റ് റേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അഡൽട്ടിന് 40, ചൈൽഡിന് 20, 4 വീലർ ആണെങ്കിൽ 40, 3 വീലർ ആണെങ്കിൽ 30, 2 വീലർ ആണെങ്കിൽ 20. ഇത്ര മാത്രമല്ല കേട്ടോ, എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തേക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. സോ ഇതെല്ലാം മനസ്സിലായിട്ട് പോവാം. എനിക്ക് വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ 4 പേരാണ്. അപ്പോൾ 4 പേർക്ക് കൂടി 160, നമ്മുടെ 4 വീലറിന് 40, മൊത്തത്തിൽ 200 ആയിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ അവർ ഓപ്പൺ ചെയ്തു. ഷാർപ്പായിരുന്നു കേട്ടോ. സോ നിങ്ങളൊരു 15 മിനിറ്റ്സ് നേരത്തെ വരാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ടൈമിൽ കയറിയാൽ നമുക്കൊരു 8:30 ആകുമ്പോൾ ഹിൽ ടോപ്പിലെത്താം. അവിടെ ചെന്നാൽ നല്ലൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 22 ഹെയർ പിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. ഫുൾ ടാങ്ക് ഫ്യൂവൽ ആയിരിക്കണം. വരുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡ് പച്ച പുൽമേട്, അതേസമയം റൈറ്റ് സൈഡ് തേയിലത്തോട്ടവും കാണാൻ പറ്റി. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് മലയും കുന്നും എല്ലാം കണ്ടു പോകാൻ നേരത്ത് മറ്റൊരു കാഴ്ച കാണാൻ പറ്റിയത് അത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാവാൻ ഒത്തിരി ചാൻസസ് ഉള്ള പ്ലേസ് ആണിത്. സോ സൂക്ഷിച്ച് വരിക, മാക്സിമം കെയർ ചെയ്യുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു തട്ടുകടകൾ കാണാം. അത്ര വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഫുഡൊക്കെ അത്യാവശ്യം വിശപ്പടക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വല്ല മാഗിയോ അല്ലെങ്കിൽ ചായ, കട്ടൻ ചായ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഐറ്റംസേ ഉള്ളൂ. പിന്നെ ഈ ചെക്ക് പോസ്റ്റിന് മുന്നേ ഉള്ള കുറച്ച് തട്ടുകളുണ്ട്. അവിടെ അത്യാവശ്യം വൃത്തിയുണ്ട്. സോ അവിടെ നിന്ന് ഫുഡ് വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെയുള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളെന്തായാലും ചെക്ക് പോസ്റ്റിന് മുന്നേ ഉള്ള തട്ടുകടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് ദോശ, അപ്പം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങി. സോ അത് നമുക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, അത് കാണുക. അങ്ങനെ 22 ഹെയർ പിൻ കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ സ്ഥലത്തെത്തും. അങ്ങനെ സെക്കൻഡ് ചെക്ക് പോസ്റ്റിൽ താഴെ നിന്ന് എടുത്ത ടിക്കറ്റ് കാണിക്കുമ്പോൾ അവർ കീറി തരും. കീറിയ സാധനം നമ്മൾ തിരിച്ചു വാങ്ങാം. അതാണ് ഇവിടുത്തെ ചടങ്ങ്. സോ നമ്മളിവിടെ എത്തിയിട്ട് എന്തായാലും ബാക്കി കാണാം. വരുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. എന്തായാലും എമർജൻസിക്കായിട്ടായിരിക്കാം. നമ്മൾ എന്തായാലും എത്താറായിട്ടുണ്ട്.
ഫൈനലി നമ്മുടെ ഗോൾഡൻ പീക്ക് ഓഫ് ട്രിവാൻഡ്രം അതായത് പൊന്മുടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ദേ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ കാർ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ ഹിൽ ടോപ്പിൽ പോകുന്നില്ല. ഇവിടെ മറ്റു കുറച്ച് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ കണ്ട് കുറച്ച് റീൽസും പിക്സും ഒക്കെ എടുത്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് ഹിൽ ടോപ്പ്. സൂം ചെയ്യാട്ടോ. ഇതാണ് ഹിൽ ടോപ്പ്. ഇങ്ങോട്ട് ഏജ്ഡ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ ഒത്തിരി ബേബി ആയിട്ടുള്ളവരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല കഷ്ടപ്പാടായിരിക്കും, അവരെ കൊണ്ട് പറ്റില്ല അത്. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കയറുക. എന്തായാലും നമുക്കത് കാണാം. ഈ ഒരു ട്രിപ്പിനിടയിൽ എടുത്ത എല്ലാ ഫോട്ടോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഷോർട്ട് വ്ളോഗും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല ഫോളോ ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോൾ രാവിലെയോ വൈകിട്ടോ എത്തുന്ന രീതിയിൽ വരിക. നിങ്ങളുടെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീൽസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും. സോ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നീട് നമ്മൾ വന്നേക്കുന്നത് ഹിൽ ടോപ്പിലേക്കാണ്. അമ്മമ്മ നമ്മൾ കൊണ്ടുവന്നില്ല, ആൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിങ്ങോട്ട് കൊണ്ടുവരും. നല്ല പടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ നല്ലൊരു സുഖം തന്നെയാണ് അതുവഴി പോകുമ്പോഴത്തേനും. എന്താ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റായിട്ട് നിങ്ങളത് കൂട്ടുക. ദയവ് ചെയ്ത് നിങ്ങൾ നട്ടുചുക്കുന്ന വരരുത്. വന്ന നല്ല തലയിറക്കമൊക്കെ വന്ന് അപ്പുറത്തെ കൊക്കി ചെന്ന് വീഴും. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ ചെന്നിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നോക്കാം, നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മുകളിൽ എത്തിയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ 9:30 ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 8:30 ടൈമിൽ നിങ്ങൾ വന്ന ഉടനെ ഇവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടമഞ്ഞ് കൂടെ കാണാൻ പറ്റും. വൈകിട്ടായാലും 4 മണിക്ക് ടൈമിലൊക്കെ ആണെങ്കിലും കോടമഞ്ഞുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മേളിലോട്ട് നമ്മളെ കയറ്റി വിടില്ല. കാരണം ഈ ഒരു വാച്ച് ടവർ തകരാറിലാണ്. സോ നമുക്ക് മേളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ നിൽക്കുക, കുറച്ച് റീൽസൊക്കെ വേണമെങ്കിൽ എടുക്കുക, കണ്ടുകൊണ്ടിരിക്കാം, കാറ്റ് കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന ആ ചേട്ടനൊക്കെ ആ പാറയുടെ മേലെ എന്തിൻ്റെ ബലത്തിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെപ്പോൾ വേണേലും ഇടിഞ്ഞ് വീഴാമെന്നും പറഞ്ഞ് നിൽക്കുന്നതാണ്. എനിക്കറിയാൻ വയ്യ. കുറേ നേരം അവിടെ നിന്ന് കാണാനുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വ്യൂ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാ. അതോ അവിടെ നിന്ന് ഇത്രയും നടന്നിങ്ങി എത്തി. ഇവിടെ നിന്ന് വ്ളോഗൊക്കെ എടുക്കാൻ നല്ല പാടാണ്. കാരണം താഴെ വീഡിയോന്നും നോക്കണം, മേലോട്ട് വ്ളോഗ് എടുക്കണം, നല്ല കഷ്ടപ്പാടുണ്ട്. സോ വ്ളോഗേഴ്സിനോടാണിത്. സോ നമ്മൾ ഇറങ്ങാം കേട്ടോ. ഈ ഒരു പാറയുടെ മേലെ നിങ്ങൾക്ക് ചെരുപ്പിട്ട് ഇടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്തായാലും ചെരുപ്പ് ഇട്ടിട്ടാണ് നടന്നത്. താഴെയൊക്കെ ഒരുവിധം എത്തി. പാറക്കല്ലൊക്കെ ഏകദേശം കുറഞ്ഞെന്ന് കാണുമ്പോൾ നമുക്ക് ചെരുപ്പിട്ടിട്ട് താഴോട്ട് നടക്കാൻ പറ്റും. അങ്ങോട്ടും പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ട് ഇവിടെ നല്ല വെയിലും ഉണ്ട്, പക്ഷെ അതേസമയം തണുത്തൊരു കാറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അമ്മമ്മ പിക്ക് ചെയ്തായിരുന്നു. അമ്മമ്മ താഴെയായിട്ട് വരുന്നത്. ഫുഡ് എന്തായാലും കഴിക്കാം. നമ്മൾ അപ്പവും ദോശയും ഉള്ളിക്കറിയും കടലക്കറിയുമാണ് വാങ്ങിച്ചത്. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത സ്പൈസി ആയിരുന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. വിശപ്പടക്കാന്നുള്ളൊരു ഇത് മാത്രമേ നമുക്കുള്ളായിരുന്നു. ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട് ഒരു 3D തിയേറ്റർ വരുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ 3D തിയേറ്റർ. ഇവിടെ ഞാൻ കയറുന്നില്ല, ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നല്ല സീറ്റിംഗ് ഒക്കെയാണ്. എന്തായാലും കാണിച്ചു തരാം. ഈ ഒരു തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അവർ വിൽക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. കുറച്ച് നേരം പാട്ട് ഇട്ടപ്പോൾ നിന്നുപോയി. അതൊക്കെ ഇവിടെ പുറത്ത് വന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് തേയിലത്തോട്ടം കാണാനാണ്. ഇവിടെ വരുന്ന വഴി തന്നെ ഒരു തേയിലത്തോട്ടം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അവിടെ നമുക്ക് പോയി കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് അതും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. നമുക്കത് നോക്കി നോക്കാം കേട്ടോ.
പൊന്മുടിയിലേക്ക് വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു തേയിലത്തോട്ടം കാണാണ്ട് പോകരുത്. അത് മാത്രമല്ല മീൻമുട്ടി വാട്ടർഫോളും മിസ് ചെയ്യരുത്. അതിൻ്റെ വ്ലോഗ് എന്തായാലും പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലാട്ടോ. ഇറങ്ങിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാല് ചുള്ളിക്കമ്പൊക്കെ കയറി കൊള്ളാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. വരുന്നവർ മാക്സിമം പ്ലാസ്റ്റിക് ഇവിടെ നിന്ന് ഇടാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എടുത്ത് നമ്മൾ ഇനി പോകുന്നത് എങ്ങോട്ടാണ്? മീൻമുട്ടി വാട്ടർഫോളിലേക്ക്. സോ സെക്കൻഡ് പാർട്ട് എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എനിവേ താങ്ക് യു.